മനുഷ്യനും വന്യജീവികളുമായിട്ടൊരു വലിയ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഉണ്ട് യഥാർത്ഥത്തിൽ. പ്രത്യേകിച്ച് വനപ്രദേശത്തിനടുത്ത് താമസിക്കുന്ന ആളുകൾ, അത് അവർ വനത്തിലല്ല താമസിക്കുന്ന, അവരുടെ സ്വന്തം പുരയിടത്തിൽ വീട് വെച്ച് താമസിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വസ്തു അവരുടെ സ്വന്തം വസ്തുവാണ്. അതിനടുത്ത് സമീപത്ത് വനവും കാണും. അപ്പോൾ ഈ വന്യജീവികൾ ഇപ്പോൾ സംഭവിക്കുന്നത്, അവർ വനത്തിൽ നിന്ന് ഇതിറങ്ങി ഇങ്ങ് വരും, ഇറങ്ങി വഞ്ഞ് നാട്ടിലിറങ്ങുകയാണ്. അത് പ്രത്യേകിച്ചും കടുവകളൊക്കെ ഇപ്പോൾ ഇറങ്ങുക, പുലി ഇറങ്ങുക, ഇതൊക്കെ നമ്മൾ പണ്ട് കേൾവിയേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ പുലിയൊക്കെ നാഷണൽ ഹൈവേ കൂടെയൊക്കെയാണ് നടക്കുന്നത്. ആനയൊക്കെ ഇഷ്ടമാതിരിയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും സെൻസസ് പ്രോപ്പറായിട്ടില്ല. എത്ര കടുവകളുണ്ടെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കടുവകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ള സംശയം ബലപ്പെടുന്നുണ്ട്. പുള്ളിയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാതിരിയല്ല ഇപ്പോൾ ഈ വാൽപ്പാറയിലും അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി വരുന്നത്. എല്ലാം ഇങ്ങനെ തെരുവിലോട്ടിറങ്ങും, ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങും. ഇന്നലെ പോലും പുലി കയറി ഒരു നായെ, അതായത് വരാന്തയെ കെട്ടിയിട്ടിരുന്ന നായെ കടിച്ചു കൊണ്ടുപോയി. നമ്മുടെ വയനാട്ടിൽ ഒരു 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 മനുഷ്യനെ, അയാളെ കടുവ ഭക്ഷിച്ചു കൊന്നിട്ട്. അതാണ് അയാളുടെ ശരീരത്തിൻ്റെ ഒരു 50% കിട്ടിയിട്ടുള്ളൂ, ബാക്കി മുഴുവൻ കടുവ തിന്നു. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഇതുപോലെ ഒരു വലിയ കോൺഫ്ലിക്റ്റ്. അതുപോലെ കൃഷി നശിപ്പിക്കുന്നത്, കാട്ടുപന്നികളും എല്ലാം ഇറങ്ങിയിട്ട് മുഴുവൻ മരച്ചീനി കൃഷിയൊന്നും ആർക്കും ചെയ്യാൻ ഒക്കത്തില്ല. അത് കുറേയൊക്കെ കുത്തിമറിച്ച് തിന്നും, ബാക്കി മുഴുവൻ കുത്തി നശിപ്പിക്കും. ആന ഇങ്ങോട്ട് ഇറങ്ങിയതാണെന്നുണ്ടെങ്കിൽ ആനയ്ക്ക് ഈ കുലയ്ക്കാറായ വാഴകളുണ്ട്, അതിനറിയാം. നോക്കുമ്പോൾ കുലച്ച് കഴിഞ്ഞാൽ അതിന് വലിയ താല്പര്യമില്ല. ഈ കുലയ്ക്കാറാകുമ്പോൾ ഇതിൻ്റെ ഈ കുടം അങ്ങോട്ട് വരുന്ന പരുവമുണ്ട്. അത് വന്നങ്ങ് മുകളിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് അന്നേരം ഇത് അടിച്ച് പറിച്ച് കടിച്ച് അതിന് തിന്നാൻ വലിയ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ആ വാഴ മുഴുവൻ അന്നേരം അതിനത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്താ, അവിടെ കാണുന്ന വാഴ മുഴുവൻ അങ്ങ് നശിപ്പിക്കും. തെങ്ങൊക്കെ നട്ട് വളർത്തി കായ്ക്കാറായ തെങ്ങ് മുഴുവൻ പിഴുത് എറിയും. അതുപോലെ എല്ലാ കൃഷിയും അത് നശിപ്പിക്കും. ഇറങ്ങി വന്നാൽ അതിന് ദേഷ്യം വന്നാൽ. റബ്ബറാണെന്നുണ്ടെങ്കിൽ, റബ്ബർ മരങ്ങൾ സൈഡിലുള്ളതാണെങ്കിൽ അതിൻ്റെ ഈ പട്ട മുഴുവനുണ്ടല്ലോ മരത്തിൻ്റെ, അത് മുഴുവൻ കുത്തിപ്പൊളിച്ച് കളയും. പിന്നെ അത് പോയി കഴിഞ്ഞാൽ പിന്നെ റബ്ബർ കൊണ്ട് എന്താ പ്രയോജനം? കർഷകരങ്ങനെ നട്ടം തിരിയുകയാണ് വന്യജീവി ശല്യം കൊണ്ട്. സത്യമാണ് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ മനുഷ്യൻ്റെ ജീവനോ, എത്ര പേരെയാണ് കടുവ കടിക്കുന്നതും കൊല്ലുന്നതും, അതുപോലെ തന്നെ പുലി ആക്രമിക്കുന്നതുമൊക്കെ. കരടി, ഇതുപോലെ കാണുന്ന വന്യജീവികൾ മുഴുവൻ ഇപ്പോൾ വനത്തിൽ നിന്ന് ഇങ്ങ് നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ആ രീതിയിലായി. ഇതിന് യഥാർത്ഥത്തിൽ വേണ്ട പ്രതിവിധി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്, വനത്തിൽ നിന്ന് ഒരു കാരണവശാലും ഈ വെളിയിലേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു അനുവാദം അതിന് ഒരു സാഹചര്യം അതിനുണ്ടാവാത്ത വിധത്തിൽ ഒന്നുകിൽ വലിയ മതിൽ കെട്ടണം, അല്ലെങ്കിൽ അതേപോലെ വലിയ വേലി കെട്ടണം. ആ വേലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് വായിക്കുന്ന വേലി കെട്ടിയാൽ ഈ ആന എന്ത് ചെയ്യുന്നറിയോ? ആന തടിയെടുത്ത് ഇത് അടിച്ച് ഇത് മുഴുവൻ ഇതിൽ നിന്ന് വൈദ്യുത ബന്ധം കളയും, എന്നിട്ട് ഇറങ്ങും. അത് ചെയ്യുന്നുണ്ട് ബുദ്ധിപരമായിട്ട്. അപ്പോൾ വലിയ മതിൽ കെട്ടുക എന്നുള്ളതേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ പോകാൻ വഴി. അപ്പോൾ നല്ല രീതിയിൽ മതിലെങ്ങാണം കെട്ടി ഈ ജനവാസ കേന്ദ്രങ്ങൾ ഈ വനവുമായിട്ട് തിരിക്കണം. അപ്പോൾ വനത്തിലേക്ക് പോകാനുള്ള ഗേറ്റ് ഇടണം, വാതിൽ കൊടുക്കണം. അതിൻ്റെ ലോക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിലായിരിക്കണം. കാരണം അവർക്ക് ഇതിനകത്ത് ബീറ്റ് നടത്താനും ഒക്കെ കയറണം. അപ്പോൾ ആ വനമോഷണം കുറയും, വനത്തിനകത്തുള്ള നശീകരണ പ്രവർത്തനങ്ങളെല്ലാം കുറയും. ഇതൊക്കെ ചെയ്യും. അതിന് നാടും ഇതുമായിട്ട്, കാടും നാടുമായി വേർതിരിച്ച് ഇനി മതിൽ കെട്ടിയില്ലെന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ്. ഇത് കൺട്രോൾ ചെയ്യാക്കത്തില്ല. അല്ലെങ്കിൽ ഇതെല്ലാം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നത് കടുവയായിരിക്കും രാവിലെ വാതിൽ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ ആനക്കൂട്ടങ്ങളായിരിക്കും. അപ്പം അത് സത്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പ്രായോഗികമായ രീതിയിൽ ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് പഠിച്ച് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. ജനങ്ങൾ എന്തു ചെയ്യും? ഒരു ആനയായിരുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ അരിക്കൊമ്പൻ അത് നാട്ടിലിറങ്ങി അങ്ങോട്ട് ഇറങ്ങിയിട്ട് മുഴുവൻ റേഷൻ കടകൾ, അതിന് അരിയാണ് തിന്നേണ്ടത്. അതിന് റേഷൻ കട അറിയാം, അത് പോയി റേഷൻ കടയെല്ലാം പൊളിക്കും. ആളുകളുടെ കൂര മുഴുവൻ തകർത്ത് അതിനകത്തിരിക്കുന്ന അരി എടുത്ത് തിന്നും. വീട് തകർക്കുമ്പോൾ
അതാണ് അത്. ആർക്കെങ്കിലും ജനങ്ങൾക്ക് ഭീതിയിലല്ലേ ജനങ്ങൾ, അവസാനം അതിനെ ഇവിടുന്ന് കയറ്റിയെടുത്ത് വേറൊരിടത്തും ഉണ്ടാക്കി. അതിപ്പോൾ അവിടെ എല്ലാം ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ പോയ സ്ഥലത്തെല്ലാം. അപ്പോൾ ഇത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഈ വന്യജീവികൾ ഇറങ്ങാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കണം, അതാ വേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതൊന്നും നോക്കാൻ ഇവർക്കാർക്കും സമയമില്ല. ഇത് രാഷ്ട്രീയ പ്രവർത്തകർക്കൊന്നും ഇതിന് സമയമില്ല. ഒന്നീ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തെരുവിൽ കൊടി കാണിക്കാനും അല്ലെങ്കിൽ ചെരുപ്പെടുത്തെറിയാനും അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരെ എടുത്തിട്ട് അടിക്കാനും ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്കുള്ളത് മുഴുവൻ. അല്ലെങ്കിൽ വെറുതെ റോഡിൽ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എവിടെ കണ്ടാലും അവർ യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും ആവണമെന്നൊന്നുമില്ല. ആരും പേടിച്ച് വെള്ളമെടുപ്പ് പോലും ഇപ്പോൾ ഇട്ടുകൊണ്ട് പോകാക്കത്തില്ല. പോയാൽ അടികൊള്ളും, ഉറപ്പാണ്. യുവമാരിറങ്ങി അടിക്കും, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അവർക്ക് അതാ ജോലി അവരുടെ. പിന്നെ ബാക്കി നമ്മുടെ മന്ത്രിമാർക്കും ഒക്കെ ഉള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സദസ്സുമായിട്ടിങ്ങനെ നടക്കുകയാണ്, പ്രചരണമായിട്ട് നടക്കുകയാണ് കേട്ടോ. അവർ പ്രചരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുക. അവർക്കൊന്നും ഇതിന് സമയമില്ല. ഈ ജനങ്ങളുടെ ഈ പ്രശ്നം, ജനങ്ങളുടെ ജീവന് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ നോക്കിക്കൊള്ളണം കേട്ടോ. കൃഷി അത് ജനങ്ങൾ അവർ നോക്കിക്കൊള്ളണം, അവരവരുടെ കൃഷി നശിക്കാതെ നോക്കിക്കൊള്ളണം. പിന്നെ ഇവിടെ കൃഷി ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, തമിഴ്നാട്ടിൽ കൃഷിയില്ലേ, പ്രശ്നമില്ല, അവിടുന്ന് കിട്ടുമല്ലോ. ഇവിടെ അരി വേണ്ട, കാരണം ഇവിടെ നെൽകൃഷിയൊന്നും ആവശ്യമില്ല. എന്തിന് ഇത്രയും കഷ്ടപ്പെട്ട് നെൽകൃഷി നടത്തുന്നു എന്നൊരു മന്ത്രി പറഞ്ഞല്ലേ. തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അതുപോലെ ഇവിടുത്തെ കർഷകരെന്തിനാ കൃഷി ചെയ്യുന്നത്, തമിഴ്നാട്ടിലുണ്ടല്ലോ. പിന്നെ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വെറുതെ കിട്ടും ആർക്കെങ്കിലും? ഇല്ല, അതിന് പണം കൊടുക്കണം. ഇവരൊരു കാര്യം ചെയ്യട്ടെ, ഇവർക്കെല്ലാം പണം കൊടുക്കട്ടെ, നിങ്ങൾ കൃഷി ചെയ്യേണ്ട, തമിഴ്നാട്ടിൽ നിന്ന് സാധനം കൊണ്ട് തരും എന്ന് പറഞ്ഞ് ഒന്നില്ല അത് ഇറക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ പട്ടിണി മാറ്റാനുള്ള മറ്റു പണി ചെയ്യട്ടെ.